അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനാദരവുള്ള സഹോദരങ്ങളെ, സംസാരിക്കുന്നത് മുസ്തഫ മാഷ് മുണ്ടുപാറയാണ്. സംസ്ഥാന ജമിയത്തുൽ ഉലമയുടെ ആശയാദർശ പ്രബോധന രംഗത്തെ ശ്രദ്ധേയ സംരംഭമായ ഓൺലൈൻ ഗ്രൂപ്പ് മഹാന്മാരും മഹിതപാതയും എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഒരു ക്യാമ്പയിൻ നടക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഏതാനും മിനിറ്റുകൾ ഈ വിനീതൻ നിങ്ങളുമായി സംവദിക്കുന്നത്. സമസ്ത ജമിയത്തുൽ ഉലമയുടെ ആശയ പ്രബോധന പ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന ഈ സംവിധാനം മഹാന്മാരെക്കുറിച്ചും മഹാന്മാരുടെ പാതയെക്കുറിച്ചും നമ്മെ ഓർമ്മപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് ഇത്തരമൊരു ക്യാമ്പയിൻ ആചരിച്ചു വരുന്നത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. കേരളീയ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കാണുന്ന ഈ ചൈതന്യത്തിന്റെ പിന്നിലെ ചാലകശക്തി ഏത് എന്ന് വിശകലനം ചെയ്യുന്ന ഒരാൾക്ക് എത്തിച്ചേരാൻ കഴിയുന്ന പ്രധാനമായ നിഗമനം 14 നൂറ്റാണ്ടിന്റെ ദൈർഘ്യമുള്ള കഴിഞ്ഞ കാലങ്ങളിലെ കേരളത്തിലെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തന രംഗത്ത് നിറഞ്ഞ വ്യക്തിത്വങ്ങളായിക്കൊണ്ട് കടന്നുപോയ മഹത്തുക്കളുടെ സാന്നിധ്യമാണ് ഈ പൊലിമയ്ക്ക് പ്രധാനമായ കാരണമെന്ന് കണ്ടെത്താൻ കഴിയും. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ പ്രബോധനത്തിന് തുടക്കം കുറിച്ച പ്രവാചക കാലഘട്ടം മുതൽ ഇന്നത്തെ നിമിഷം വരെയുള്ള കേരളത്തിലെ മുസ്ലിങ്ങളുടെ വളർച്ചയുടെ ഗ്രാഫ് നാം പഠിക്കുമ്പോൾ, ആ മുന്നേറ്റത്തിന്റെ ചരിത്രം നാം വിശകലനം ചെയ്യുമ്പോൾ ചരിത്രത്തിലുടനീളം മഹാന്മാരായ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകരിലേക്ക് മുട്ടുന്ന വിധത്തിലുള്ള കണ്ണികളായിക്കൊണ്ടാണ് ഇത്തരം മഹത്തുക്കൾ ദീനിന്റെ പ്രചാരണ പ്രവർത്തനത്തിന് മലയാളക്കരയിൽ നേതൃത്വം നൽകിയത്. സ്വഹാബത്തെ കിറാമും അവരെ അനുധാവനം ചെയ്തുകൊണ്ട് കടന്നുവന്ന താബീങ്ങളും താബീങ്ങളും ഉൾപ്പെടെയുള്ള മുറിഞ്ഞുപോകാത്ത ഒരു പ്രബോധക സംഘത്തിന്റെ ശൃംഖലകൾ, കണ്ണികൾ 14 നൂറ്റാണ്ടോളം പഴക്കമുള്ള കേരളത്തിന്റെ ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നു. മഹാന്മാരായ ഈ പണ്ഡിതന്മാർ, സാദാത്തുക്കൾ, ആരിഫീങ്ങൾ, ആലിമീങ്ങൾ, അവരിലൂടെയാണ് വിശുദ്ധമായ ഇസ്ലാമിനെ നാം അറിഞ്ഞതും മനസ്സിലാക്കിയതും. അവർ അവരുടെ ദൗത്യം നിർവഹിക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്നത്തെ കേരളത്തിന്റെ അവസ്ഥ മറ്റൊന്നാകുമായിരുന്നു എന്ന് തീർത്ത് നമുക്ക് പറയാൻ കഴിയും. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിന്റെ വലിയ സന്ദേശം പൂർണ്ണമായും ഇസ്ലാമിക പ്രബോധന പ്രവർത്തനമായിരുന്നു. അവരുടെ ജീവിതം തന്നെ അതിനുവേണ്ടി ഒഴിഞ്ഞുവെച്ചതായിരുന്നു. ഭൗതിക താൽപര്യത്തിന് പുറകെ പോകാതെ ധനസമ്പാദനത്തിനുള്ള മാർഗങ്ങൾ തേടാതെ പരലോകം മാത്രം കാക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ പരിചയപ്പെടുത്താൻ, അതിനെ സമൂഹത്തിന് പകർന്നു നൽകാനായിരുന്നു അവരൊക്കെയും ശ്രമിച്ചിരുന്നത്. അവരുടെ ജീവിതം അതിനുവേണ്ടി പൂർണ്ണമായും സമർപ്പിക്കുകയായിരുന്നു. നാമൊക്കെ നേരിട്ട് അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്ത മഹാന്മാരായ നമ്മുടെ ഉസ്താദുമാർ, ഷംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും കാളമ്പാടി ഉസ്താദും ചെറുശ്ശേരി ഉസ്താദും കോയക്കുട്ടി ഉസ്താദും ഉൾപ്പെടെയുള്ള
ഏറ്റവും അവസാനമായി നമ്മളോട് വിട പറഞ്ഞ് കടന്നുപോയ ബാപ്പു മുസ്ലിയാർ ഉൾപ്പെടെയുള്ള നമ്മുടെ മഹത്തുക്കളായ നമ്മുടെ പണ്ഡിതന്മാർ, നേതാക്കൾ, സാദാത്തുക്കൾ, അവരുടെ ജീവിതം മുഴുക്കെ നാം പരിശോധിക്കുമ്പോൾ അവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ദുനിയവിയായ താല്പര്യത്തിന് പുറകെ പോകാതെ ആത്മീയമായ മേഖലയിലേക്ക് സമുദായത്തെ കൊണ്ടുപോകുന്നതിന് അശ്രിയാന്ത്രമായ പരിശ്രമം നടത്തിയ ആളുകളായിരുന്നു എന്ന വസ്തുതയാണ്. ഉദാഹരണത്തിന് പറഞ്ഞാൽ, ദീർഘകാലം സംസ്ഥാന ജമിയത്തുൽ ഉലമയുടെ അധ്യക്ഷ പദവിയിലിരുന്ന മഹാനായ കാളമ്പാടി ഉസ്താദ്, മഹാനവറുകളെ നാം അനുഭവിച്ചതാണ്, ആസ്വദിച്ചതാണ്. ഇൽമിനു മുമ്പിൽ ഇൽമ പകർന്നു കൊടുക്കാനുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി കിതാബുകൾക്ക് മുമ്പിൽ ദീർഘമായ ഒരു പുരുഷായുസ് ഏറെക്കുറെ മുഴുവനായും തന്നെ സമർപ്പിച്ച മഹാനായിരുന്നുവല്ലോ കാളമ്പാടി ഉസ്താദ്. ഉസ്താദ് അല്പം മുമ്പോട്ട് വളഞ്ഞായിരുന്നു നടക്കാറുണ്ടായിരുന്നത്. കിതാബിന് മുമ്പിലിരുന്ന് തന്റെ ശരീരം പോലും, ആ ശരീരഭാഷ പോലും ഇൽമിനെയും ആത്മീയതയും സൂചിപ്പിക്കുന്ന വിധത്തിലായിരുന്നു കാളമ്പാടി ഉസ്താദിൻ്റേതുണ്ടായിരുന്നത്. മഹാനവറുകളുടെ ജീവിതത്തിന്റെ വലിയ പ്രത്യേകത ദുനിയവിയായ കാര്യങ്ങളിൽ നിന്നെല്ലാം അകന്നു നിന്ന് പരലോകം മാത്രം കാക്ഷിച്ചുകൊണ്ട് ജീവിച്ച് കടന്നുപോയ മഹാനായിരുന്നു. സമ്പത്തുണ്ടാക്കാമായിരുന്നു. നമുക്കറിയാമല്ലോ, കാളമ്പാടി ഉസ്താദിന്റെ വീട്ടിലേക്ക് ഉസ്താദ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഉടനെ എന്റെ നാട്ടിലെ മദ്രസയുടെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ വേണ്ടി ഞാൻ പോയ രംഗം ഇന്നും ഓർക്കുകയാണ്. ഒരാൾട്ടോ കാറിൽ ഞങ്ങൾ 6 പേരാണ് അന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ കാണാൻ പോയത്. കാളമ്പാടിയിലെ ഉസ്താദിന്റെ വീടിനടുത്തുള്ള പള്ളിയുടെ സൈഡിൽ പള്ളിയോട് ചേർന്നുകൊണ്ട് കാറ് നിർത്തി അവിടെയുള്ള ഒരാളോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ഇടവഴിയിലൂടെ പോയി ആ കവുങ്ങും തോട്ടത്തിലൂടെ പോയാൽ, ആ വീടിന് മുമ്പിലൂടെ പോയാൽ ഉസ്താദിന്റെ വീട്ടിലെത്താം. പറഞ്ഞതുപോലെ ആ ഇടുങ്ങിയ വഴിയിലൂടെ ഞങ്ങൾ പോയി. ചെന്നപ്പോൾ ഉസ്താദ് വീട്ടിലുണ്ടായിരുന്നു. ഒരു കള്ളിത്തുണിയും ഒരു പരുക്കൻ മുണ്ടും പുതച്ചുകൊണ്ട് ഉസ്താദ് നിൽക്കുന്ന ആ രംഗം ഇന്നും എൻ്റെ മനസ്സിൽ കിടക്കുകയാണ്. ചെന്നു സലാം പറഞ്ഞു. ഉസ്താദ് സലാം അടക്കി ഞങ്ങൾ സ്വീകരിച്ചിരുത്തി. ഇരിക്കാൻ നോക്കുമ്പോൾ ഞങ്ങൾ 6 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം ആ കോലായിൽ ഉണ്ടായിരുന്നില്ല, കസേര ഉണ്ടായിരുന്നില്ല. ഉസ്താദ് അകത്ത് പോയി ഒരു പഴയ മരക്കസേര, മരസ്റ്റൂള് എടുത്തുകൊണ്ട് വന്ന് വെച്ചുകൊണ്ടാണെന്ന് ഞങ്ങൾ ഇരുന്നു. കണ്ണുകൾ നിറഞ്ഞുപോയി. ഒരു കൊച്ചു വീട്, സൗകര്യങ്ങളൊന്നുമില്ലാത്തൊരു ചെറിയ വീട്. അവിടെ സെർവൻ്റ് ഇല്ല, പരിചാരകരില്ല. ഉസ്താദ് തന്നെ അകത്ത് പോയി കട്ടൻ ചായ കൊണ്ടുവന്ന നനവൂറുന്ന കണ്ണു നിറയ്ക്കുന്ന ഓർമ്മകൾ ഇന്നും മനസ്സിലൂടെ മിന്നിക്കടന്നു പോവുകയാണ്. ഒന്ന് കൈനീട്ടിയിരുന്നുവെങ്കിൽ കോടികൾ ആ കയ്യിലേക്ക് കൊടുക്കാൻ സമ്പന്നരായ പ്രവർത്തകരുള്ള പ്രസ്ഥാനത്തിന്റെ നായകൻ സ്വന്തം വീട്ടിലേക്കൊരു വഴി പോലുമില്ലാതെ ജീവിതം പരലോകത്തിനു വേണ്ടി സമർപ്പിച്ച, ആഖിറം മുഖ്യ അജണ്ടയായി കൊണ്ട് കണ്ട് പ്രവർത്തിച്ച, ജീവിച്ച് കടന്നുപോയ കാളമ്പാടി ഉസ്താദിനെ പോലെയുള്ള മഹത്തുക്കൾ, ഇത്തരത്തിലുള്ള മഹാന്മാരാണ് പരിശുദ്ധ ദീനിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. അവർ ദുനിയാവിന് പുറകെ പോയിരുന്നുവെങ്കിൽ, അവർ ബിസിനസ്സിന് പുറകെ പോയിരുന്നുവെങ്കിൽ, അവർ വലിയ മാളികകളും ഫ്ളാറ്റുകളും വില്ലകളും പണിയാൻ പോയിരുന്നുവെങ്കിൽ, അള്ളാഹുവിന്റെ ദീനിനെ നമുക്ക് പരിചയപ്പെടുത്താനുള്ള അവസരം നഷ്ടപ്പെടുമായിരുന്നു. അവർ പരലോകം മാത്രമാണ് കണ്ടത്. ഇത്തരത്തിലുള്ള മഹത്തുക്കൾ സമസ്തയെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും. നമ്മുടെ ആദരണീയരായ ഉസ്താദുമാർ, കഴിഞ്ഞുപോയവരും ഇന്ന് ജീവിച്ചിരിക്കുന്നവരും, അവരുടെ ജീവിതത്തിൽ ഒരു കറുത്ത പുള്ളി പോലും ചൂണ്ടിക്കാണിക്കാൻ ശത്രുക്കൾക്ക് പോലും കഴിഞ്ഞിട്ടില്ല. അതാണ് നമ്മുടെ ഉസ്താദുമാരുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് മരണപ്പെട്ടു പോയ ഉസ്താദുമാരെയൊക്കെ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കൂ. അവരുടെ മരണം, പലരുടെയും മരണം നമ്മൾ കണ്ടു. മാനു മുസ്ലിയാരുടെ മരണമൊക്കെ നമ്മൾ പോലും കൊതിച്ചു പോകുന്നു, അതുപോലെ മരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന്. വലിയ ജനാവലിയുടെ മുമ്പിൽ, ലക്ഷക്കണക്കിന് ആളുകളുടെ മുമ്പിൽ
മരണത്തെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ച അത്തരത്തിലുള്ള മഹത്തുക്കൾ, അവരുടെ പുറകിലാണ് നാം ഉള്ളത്. ധൈര്യമായി നിൽക്കുക. ഭൗതികതയല്ല നമ്മുടെ ലക്ഷ്യം, ആത്മീയമാണ് സമസ്ത നമ്മുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള മഹത്തുക്കളോടൊപ്പം അവരുടെ ഹാദിമീങ്ങളായി അവരുടെ പുറകിൽ നിൽക്കാൻ കിട്ടുന്ന അവസരമെന്ന നിലക്ക് ദീനീ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.